ചെറുവത്തൂർ മയിച്ച ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ കുട്ടികൾക്ക് 4ാം വർഷവും ക്ഷേത്രം ഊട്ടുപുര തന്നെയാണ് ക്ലാസ് മുറി. കേടുപാടുകൾ സംഭവിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് സമീപത്തെ ക്ഷേത്ര ഊട്ടുപുരയിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റിയത്. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanjangad. 24 വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം തകർച്ചാ ഭീഷണിയിലായിരുന്നതിനാൽ 4 വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത്. പിന്നീടുള്ള കുട്ടികളുടെ അധ്യയനം തൊട്ടടുത്ത ശ്രീ വയൽക്കര ക്ഷേത്രം ഊട്ടുപുരയിലാക്കി. 1 വർഷം കൊണ്ട് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. നിലവിൽ ക്ഷേത്രം ഊട്ടുപുരയിലെ തട്ടുകൾ മറച്ച 4 ക്ലാസ് മുറിയിലാണ് ഈ വർഷവും വിദ്യാലയം പ്രവർത്തിക്കുന്നത്. നടത്തുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ സ്കൂളിൻ്റെ ബിൽഡിംഗ് പണി പൂർത്തിയാകാതെ ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടുപോയി. ആദ്യകാലത്ത് 1 വർഷത്തേക്കാണ് നമ്മൾ പെർമിഷൻ കൊടുത്തതെങ്കിലും അത് കാലദൈർഘ്യം വർദ്ധിച്ച് ഏതാണ്ട് 4-5 വർഷത്തേക്ക് നീണ്ടുപോയി. ഇപ്പോൾ ഏതാണ്ട് ഒക്ടോബറിലോടുകൂടി സ്കൂള് പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ കുട്ടികൾ നേരിടുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കുറവാണ്, പാലം ഇല്ല, നല്ല റോഡില്ല. അതിൻ്റെ എല്ലാം പരിമിതി നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തെയും ഈ നാട്ടിൻ്റെ വികസനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും ക്ഷേത്ര കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളും ഏതാണ്ട് 90 വർഷത്തോളം പഴക്കമുള്ള ഒരു വിദ്യാലയം എന്ന രീതിയിൽ ഒരുപാട് പിന്തുണ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റും പഞ്ചായത്തും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും ഈ നാട്ടിൻ്റെ വികസനത്തിനും ഈ സ്കൂള് നല്ല രീതിയിൽ അഭിവൃദ്ധി വരേണ്ടത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ്. പശ്ചാത്തല സൗകര്യത്തിന്റെ അഭാവം കാരണം ഓരോ വർഷം കഴിയുന്തോറും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മുൻ വർഷങ്ങളിൽ 50ഉം 60ഉം കുട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 29 കുട്ടികൾ മാത്രമാണുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് മാറിപ്പോകുന്ന സ്ഥിതിയുമുണ്ട്. പഴയ സ്കൂൾ നിന്നിരുന്ന സ്ഥാനത്ത് 2 നിലകളിലായി മികച്ച സൗകര്യങ്ങളോടെ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 2.92 കോടി രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്. അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കുട്ടികളുടെ പഠനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.